എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നമ്പറൊക്കെ അടിച്ച് ഇങ്ങനെ ലോഡായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചൊരു മാർക്കല്ല നിങ്ങൾ കാണുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു റിഗ്രറ്റ് ഉണ്ട് ഗൈസ്. അതൊരു വേഴ്സ് സിറ്റുവേഷനാണ്. നിങ്ങൾ ലൈഫ് ലോങ് ആ ഒരു റിഗ്രറ്റ് കൊണ്ട് നടക്കേണ്ട ഒരു ഇനി കുറഞ്ഞ ദിവസം കൂടിയുള്ള നമ്മൾ എക്സാമിന് പാനിക് ആവണ്ട. ഈ ഒരു വീഡിയോ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതിന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു മിറാക്കിൾ നടക്കില്ല. ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനോട് കൂടി നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോണ്ടൻറ്റ് പേജ് എടുത്തിട്ട് ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്ന ചാപ്റ്റേഴ്സ് സ്ട്രെങ്ത് ആക്കി മാർക്ക് ചെയ്യുക. അതേപോലെ തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് വീക്ക്നെസ് ആക്കിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ചിലവർക്ക് ഇന്ന ചാപ്റ്ററിലെ ചില ഏരിയാസ് ഡിഫിക്കൽട്ടായിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആക്കി എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫിസിക്സിൽ തിയറി പാർട്ട് നല്ലോണം അറിയുന്നവരുണ്ടാവും, പക്ഷേ പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് ആക്കിയിട്ട് പ്രാക്ടിക്കൽ ഏരിയാസ് മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ എടുത്തിട്ട് ഓരോ എക്സാമിനും ഇനി എത്ര ദിവസം കൂടെ ബാക്കിയുണ്ട് എന്നുള്ളത് നോക്കുക. അതേപോലെ ഓരോ എക്സാമിൻ്റെ ഇടയിലും എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ വീക്ക്നെസ് ഒരിക്കലും നിങ്ങളുടെ എക്സാമിൻ്റെ തലേന്നത്തേക്ക് വെക്കരുത്. ഒരുപാട് സമയം പോവും, റിവിഷൻ ടൈം നഷ്ടപ്പെടും, അതേപോലെ പാനിക് ആവും. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വീക്ക്നെസ്സുകൾ ഈ കമ്മിങ് ഡേയ്സ് തന്നെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഫിസിക്സിന് ഒറ്റ ദിവസമേ ഗ്യാപ്പുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്നെസ്സിൻ്റെ മുകളിൽ തലേന്ന് പിടിച്ച് തൂങ്ങാത്തതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിങ് ഡേയ്സ് തന്നെ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് തലേന്ന് നിങ്ങളുടെ സ്ട്രെങ്ത്തുകളുടെ മുകളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതേപോലെ വീക്ക്നെസ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം ബയോളജീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെറുതെ ബയോളജീൻ്റെ മുകളിൽ ഇപ്പം തൂങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വീക്ക്നെസ്സിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യാൻ നല്ല സമയമുണ്ട്. അതേപോലെ സ്ട്രെങ്ത്തും അടിപൊളിയാക്കി റിവൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ പിന്നെ ഈ കമ്മിങ് ഡേയ്സ് മറ്റൊരു സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കി, ടൈം ടേബിൾ പ്രകാരം പ്ലാൻ ചെയ്തു. ഇനി മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഡെയിലി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെറിയ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും വലിയ ടാർഗറ്റ്സ് വേണം സെറ്റ് ചെയ്യാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ ഒരു 5 ചാപ്റ്റേഴ്സ് ഇന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നീ നിൻ്റെ 4 ചാപ്റ്റേഴ്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ചാപ്റ്ററും കൂടിയാണ് കവർ ചെയ്യാനുള്ളത്. ഒരുപാട് സമയമുണ്ട്, ഇനി രാത്രി വരെ സമയമുണ്ട്. അപ്പോൾ നിൻ്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വിചാരിക്കും, ഇനിയിപ്പോൾ ഒരു ചാപ്റ്ററും കൂടി അല്ലേ, കുറച്ച് റീൽസൊക്കെ കണ്ട് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ആവാന്നുള്ള രീതിയിൽ നീ ഇങ്ങനെ പോവും. പിന്നെ ആ മോട്ടിവേഷനൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവും. പിന്നെ ലാസ്റ്റിലേക്ക് എങ്ങനെയൊക്കെയോ രാത്രി തട്ടിക്കൂട്ടി ഒരു ചാപ്റ്ററും കൂടി എങ്ങനെയെങ്കിലും കവർ ചെയ്ത് തീർക്കും. ചിലപ്പോൾ അതിനും സാധിക്കില്ല. അപ്പോൾ ആ മോട്ടിവേഷൻ നഷ്ടപ്പെടാതിരിക്കണം എപ്പോഴും. അതിനായിട്ട് നീ 5 ചാപ്റ്റർ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് 7 ചാപ്റ്റേഴ്സ് എങ്കിലും നിൻ്റെ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. ഒരു 80% എങ്കിലും നിൻ്റെ ഡെയിലി ടാർഗറ്റ്സിൻ്റെത് നീ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് വേറെ തന്നെ ലെവലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 80% എങ്കിലും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. വലിയ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു പുതിയ ചാനലാണ്. ലാസ്റ്റിലേക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു പുതിയ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചുരുങ്ങിയ സമയത്തുകൊണ്ട് ആ ഒരു വീഡിയോസിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒക്കെ PDF-കളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്കുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു എക്സാം ഡേയ്സ് മുഴുവനും നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടി ഞാൻ ഷോർട്സ് ആയിട്ടും എക്സാം ടിപ്സിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടും ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന്, നിങ്ങളെ കട്ട കമ്പനിക്കാർക്ക് മൊത്തം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളാം. ഇനി നമ്മുടെ കയ്യിൽ ടൈം ഇല്ല ഗൈസ്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടൂല ഗൈസ്. ഇന്ന് മുതൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളാം. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളെ നമ്പറൊക്കെ അടിച്ച് ഇങ്ങനെ ലോഡായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചൊരു മാർക്കല്ല നിങ്ങൾ കാണുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്നൊരു റിഗ്രറ്റ് ഉണ്ട് ഗൈസ്. അതൊരു വേഴ്സ് സിറ്റുവേഷനാണ്. നിങ്ങൾ ലൈഫ് ലോങ് ആ ഒരു റിഗ്രറ്റ് കൊണ്ട് നടക്കേണ്ടി വരും. ട്രസ്റ്റ് മീ, ഇതിനേക്കാൾ വേഴ്സ് സിറ്റുവേഷൻ വേറെ ഇല്ല. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം. ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നന്നാവാൻ തീരുമാനിച്ചവർ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഷുവറായിട്ട് കാണുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടിൽ ദെൻ ബൈ.